തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ശ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ അത് വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ മൃതദേഹം എവിടെ നിന്നാണ് ലഭിച്ചത്? മറ്റു നടപടികൾ എങ്ങനെയാണ് അവിടെ പോകുന്നത്? പൂജ, കണ്ണാന്തുറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന് സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ എന്തായാലും അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടവർ ഇത് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കുടുംബം എത്തി അത് ഫ്രീമോന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഏതാണ്ട് 20 കിലോമീറ്ററിന് അടുത്ത് ദൂരം ഈ പ്രദേശങ്ങൾ തമ്മിലുണ്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇവർ സഞ്ചരിച്ച ഈ വെള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. നിലവിൽ എന്തായാലും ഈ മൃതദേഹം കുടുംബാംഗങ്ങൾ ഇപ്പോൾ എത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുണ്ട്, പോലീസ് സംഘമുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പ്രദേശത്താണ്, അതായത് കണ്ണാന്തുറ. ഞാൻ സൂചിപ്പിച്ചതുപോലെ 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൻ്റെ ആ റോഡിന് വശത്തുള്ള കടലിലെ ഭാഗത്ത് നിന്നാണ് ഈ മൃതദേഹം രാവിലെ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം അഴുകിയ നിലയിലാണുള്ളത്. എന്തായാലും വലിയ സങ്കടം ഇവർക്കെല്ലാവർക്കും ഉണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്തുണ്ടായിരിക്കുമെന്ന് കരുതിയായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. നിലവിലെന്തായാലും മൃതദേഹം ലഭിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും വിഷമവുമാണ് ഇവർക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് മൃതദേഹം തിരിച്ചറിയാൻ എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഈ തിരച്ചിൽ ഇന്ന് 8 മണിക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഉൾപ്പെടെ കപ്പലിൽ തിരയാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ എന്തായാലും ഇത്തരത്തിൽ ഒരു വിയോഗം അറിയുന്നത്, മൃതദേഹം ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം കൗൺസിലർ ഷീബ ഉൾപ്പെടെയുള്ളവരുണ്ട്. മൃതദേഹം തിരിച്ചറിഞ്ഞു അല്ലേ? മൃതദേഹം അറിഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് അറിയുന്നത്? രാവിലെ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നമ്മുടെ വാർഡിൽ ഒരു ബോഡി വന്നിട്ടുണ്ട്, ഒന്ന് കൗൺസിലർ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ 5 തെങ്ങ് നമ്മുടെ മുതലപ്പുഴയിൽ നിന്ന് പോയ ഫ്രീമോൻ്റെ ആണെന്നുള്ള 2 ഫോട്ടോയും കിട്ടിയായിരുന്നു. അപ്പോൾ രണ്ടും വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പുള്ളിക്കാരാണെന്ന് കൺഫേം ചെയ്തു. പിന്നെ നഗരസഭയുടെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കും. സുഹൃത്തുക്കളെത്തി തിരിച്ചറിഞ്ഞു. കോസ്റ്റൽ പോലീസിലും ADയോടും DDയോടും ഒക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണല്ലേ അതെ. എന്തായാലും ഈ നാട്ടുകാരനായ ചേട്ടനാണ് ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ രാവിലെയാണോ ചേട്ടൻ കണ്ടത്? രാവിലെ കണ്ടു. കാറ്റ് ഈ ഭാഗത്തേക്കായിരുന്നു അടിച്ചത്. അപ്പോൾ തിരച്ചിൽ ഇവിടേക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, നമ്മൾ രാവിലെ കഴിച്ച് വന്നപ്പോൾ ഇത് കണ്ടു. അപ്പം തന്നെ വിളിച്ച് എല്ലാവരും അറിയിച്ചു. കൗൺസിലറിനെ എല്ലാവരെയും വിളിച്ചറിയിച്ചു, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അവരുടെ കുടുംബക്കാർക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് കൺഫേം ആയി. ഫ്രീമോൻ എന്നാണ് പേര്. 28 വയസ്സായിരുന്നു. അവിടെ നിന്ന് നല്ല ദൂരം ഉണ്ടല്ലോ ഇങ്ങോട്ട്? അതെ, 25 കിലോമീറ്ററിനകത്ത് 22 കിലോമീറ്റർ വരും. 22 കിലോമീറ്റർ. എല്ലാവർക്കും ഒരു ആശങ്കപ്പെടുത്തുന്നു. അതെ. അത് തന്നെയാണ്. രാവിലെ ഇവിടെ എത്തുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളായ ആളുകളാണ് എന്തായാലും ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും നിലവിൽ കുടുംബാംഗങ്ങളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആംബുലൻസിൽ മൃതദേഹം എന്തായാലും ബാക്കി നടപടികളിലേക്ക് കടക്കുകയാണ്. ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആംബുലൻസിൽ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകും. ശരി, രാഹുൽ ജി നാഥാണ് മുതലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.